പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ BJP നേതാക്കളുടെ വീട്ടിൽ നിന്ന് കാശും കൊടുത്തിട്ട് ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖല നന്നാക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ല, അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്, അതാണോ? എന്താണ് PM ശ്രീ പദ്ധതി? അതായത് നമ്മുടെ രാജ്യത്തെ സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യ വികസനം, അതാണ് PM ശ്രീ പദ്ധതിയുടെ ലക്ഷ്യം. ഇനി ഇതിന്റെ ഫണ്ട് എങ്ങനെയാണ്? 7 സ്കൂളുകൾ നവീകരിക്കാനുള്ള മൊത്തം തുകയുടെ 60% കേന്ദ്രവും 40% സംസ്ഥാനവും വഹിക്കും. തെരഞ്ഞെടുത്ത സ്കൂളിന്റെ പേരിന് മുന്നിൽ PM ശ്രീ എന്ന പ്രിഫിക്സ് ആയി ചേർക്കണം. അത് വെറും 60% ആണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. ബാക്കി 40% നമ്മുടെ കേരള സർക്കാരാണ് നൽകേണ്ടത്. എന്നിട്ട് അതിന് PM ശ്രീ പദ്ധതി എന്നും പറഞ്ഞിട്ട് നരേന്ദ്രമോദിൻ്റെ ഫോട്ടോ വെച്ചിട്ട് നമ്മുടെ 336 സ്കൂളുകളിൽ നരേന്ദ്രമോദിൻ്റെ ഫോട്ടോ അച്ചടിച്ച് വെക്കണം. അതായത് നമ്മുടെ കേരളത്തിലെ സ്കൂളിലൊക്കെ ചാണകടിക്കണം. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കേരളത്തിലെ സ്കൂളുകളിൽ എന്തിനാണ് രാഷ്ട്രീയം കൊണ്ടുവരുന്നത്? കുട്ടികൾ എന്താ രാഷ്ട്രീയം പഠിക്കാനാണ് സ്കൂളിലേക്ക് വരുന്നത്? അവർക്ക് ഇതും വെച്ചിട്ട് രാഷ്ട്രീയം കളിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്നുള്ളത് നല്ല കട്ടൊക്കെ മനസ്സിലാവുന്നുണ്ട്. പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ BJP നേതാക്കളുടെ വീട്ടിൽ നിന്ന് കാശും കൊടുത്തിട്ട് ഇവിടുത്തെ വിദ്യാഭ്യാസ മേഖല നന്നാക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ല, അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്, അതാണോ? അറിയണമല്ലോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതിനു മുമ്പും കോൺഗ്രസ്സുകാർ ഭരിച്ചിരുന്ന സമയത്ത് ഇതേമാതിരി വിദ്യാഭ്യാസ മേഖലയിൽ ഓരോ പദ്ധതികൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ഇതേമാതിരി CMൻ്റെ ഫോട്ടോ വെച്ചിട്ട് പോസ്റ്റർ അടിക്കണമെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. പിന്നെ ഇത് മാത്രമൊന്നുമല്ല, ഇതിൽ വേറെയും കളികളുണ്ട്. അത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം.